രേണു, അതായത് സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു. സുധിച്ചേട്ടൻ മരിച്ചു, സുധിച്ചേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു സുധി സിമ്പതിയിൽ കൂടി ഒരുപാട് ആളുകളുടെ മനം കവർന്നു. എങ്ങനെയാണ്? അതായത് എൻ്റെ സുധിച്ചേട്ടനായിരുന്നു എൻ്റെ എല്ലാം, എൻ്റെ ലോകമായിരുന്നു എന്ന് പറഞ്ഞിട്ട് സുധിയുടെ ഫോട്ടോയൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വലിയ കരച്ചിലും വലിയ വിഷമവും ഒക്കെ ആയിട്ട് വന്നപ്പോൾ നമ്മളെല്ലാവരും കേരളക്കരെ ഒന്നാകെ മനസ്സലിഞ്ഞുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അങ്ങനെ അവരെ സഹായിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ രണ്ട് സുമനസ്സുകൾ വന്നു. ഒന്ന് KHEDC എന്ന് പറയുന്നൊരു വീട് ബിൽഡേഴ്സാണ്. അതിൽ ഒരാളുടെ വീട്, ഫിറോസ് എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹമാണ് ആ വീട് പണിത് കൊടുത്തത്. ആ വീട് പണിയാനായിട്ട് സ്ഥലം കൊടുത്തത് ബിഷപ്പായിട്ടുള്ള നോബിൾ എന്ന് പറയുന്ന ഒരു അച്ഛനാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ഒരു കാര്യങ്ങൾ ഏറ്റെടുത്തപ്പോൾ അത് ഫ്ലവേഴ്സ് ചാനൽ കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇവർ ആ വീട് പണി ഏറ്റെടുത്ത് ഇവർ ആ വീട് പണി കൊടുക്കുകയും ചെയ്തു. ഇവർക്ക് എന്താ പറയുക, ഇവർ തന്നെ ഫ്രീ ആയിട്ട് എല്ലാം സ്പോൺസർഷിപ്പ് ആയിരുന്നു. അതായത് വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും റോസ് എന്ന് പറയുന്ന അദ്ദേഹം ആ വീടിന് വേണ്ടി കൊടുത്തു. അതായത് ഫ്രിഡ്ജ്, അലമാര, എല്ലാ ഫർണിച്ചേഴ്സ് അടക്കം ആ ഒരു വീട്, അടിപൊളി ഒരു വീട് സുധിലയം എന്നുള്ളൊരു പേരിലും കൊടുത്തു. എന്തുകൊണ്ടാണ്?